നമസ്കാരം. കിറ്റിക്കാറ്റ് ആരോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത 24 മണിക്കൂറിനുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, എല്ലാ കാർഡ് എടുത്താലും തിരിഞ്ഞിരിക്കും, മറച്ചു വെച്ചാലും പിന്നെ കൈ കിട്ടുമ്പോൾ തിരിഞ്ഞിരിക്കും. ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ, അല്ലെ? അപ്പൊ എല്ലാവരും വളരെ ആരുടെയോ കല്യാണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ കാലം കാത്തിരുന്ന ഒരു കല്യാണമാണ്. അന്നാണ് നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം, ഫാമിലി എല്ലാം കൂടെ ഒത്തൊരുമിക്കാൻ പോകുന്നത്. പുറത്ത് പോയവരൊക്കെ ലീവ് എടുത്ത് തിരിച്ചു വരുന്നു, അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ 24 മണിക്കൂറിനുള്ളിൽ എല്ലാവരും ഒത്തുചേരും എന്നാണ് പറയുന്നത്. കല്യാണം എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഗെറ്റ് ടുഗദർ വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇവിടെ സോറോ കാണിക്കുന്നുണ്ട്, ഒരു ലെറ്റർ വരുന്നുണ്ട്, ഒരു ഹോപ്പ്. വളരെയധികം ബുദ്ധിമുട്ട്. ഇപ്പൊ മെസ്സേജസിന് റെസ്പോൺസ് കിട്ടുന്നില്ല, അല്ല ഫോൺ ചെയ്താൽ എടുക്കുന്നില്ല, നോട്ട് റീച്ചബിൾ ആണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് വരാൻ പോകുന്നത്. അതോടുകൂടി നിങ്ങളുടെ നിരാശയുള്ള ഈ മനസ്സ് മാറി പിന്നെയും പ്രത്യാശ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് 24 മണിക്കൂറിനുള്ളിൽ അത് നടക്കുമെന്ന് പറയുന്നുണ്ട് ഭഗവാനെ. ഒരു കിടപ്പ് രോഗിയെ കാണിക്കുന്നുണ്ട്, ഒരു അസുഖം, മാലഡി, ബെഡ് റിഡൻ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ. അപ്പൊ ഒരാളെ നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കാണാമെന്ന് പ്രോമിസ് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് 24 മണിക്കൂറിൽ നിങ്ങളെ ലവറെ മീറ്റ് ചെയ്യാനായിട്ട് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു ട്രാപ്പിൽ പെട്ട പോലെയാവും. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. മാരകമായതല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള എന്തോ ഒരു കാര്യം, നിങ്ങൾക്കൊരു കണ്ണിക്കേടോ അങ്ങനെ വലിയ മാരകമായിട്ടുള്ളതല്ല, അങ്ങനെ വരും. നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര്